മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം നിങ്ങൾക്ക് ഇഷ്ടമാണോ? വളരെ നല്ലൊരു പാഠഭാഗമാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുള്ളത് ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് പേരുകൾ വരുന്നുണ്ട്, പിന്നെ കുറച്ച് വായിക്കാനുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഒരു ഇഷ്ടക്കേട് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളോ ഒന്നും ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയില്ല. നമ്മളൊന്ന് ശ്രമിച്ച് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, വളരെ ഈസിയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ പാഠം ഒന്നും അറിയില്ല എന്ന് ഉള്ള ആളുകൾക്ക് വേണ്ടി ടീച്ചർ നമ്മളുടെ ഈ ഒരു ചാനലിൽ ഒരു ലൈവ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗം വളരെ A to Z കാര്യങ്ങൾ പാഠം മുഴുവൻ വിശദീകരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, A to Z കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ മക്കൾ ആ ലൈവ് എന്ത് ചെയ്യുക, ഒന്ന് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠഭാഗം എന്താണ് എന്നൊന്ന് ചുരുക്കി വളരെ കുറച്ച് സമയം കൊണ്ടാണ് ടീച്ചർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം, ഒരു യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം എന്നാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രമേയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മഹാഭാരത യുദ്ധത്തെ, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന നമ്മളെ ലോക ക്ലാസിക്കുകളിൽ 4 ക്ലാസിക് കൃതികളാണ് ലോക സാഹിത്യത്തിലുള്ളത് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് മഹാഭാരതവും രാമായണം. അപ്പോൾ മഹാഭാരതത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിതിനെ ലിറ്ററേച്ചറായിട്ട് അല്ലേ, ഇതിനൊരു സാഹിത്യകൃതിയായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹിത്യകൃതിയിൽ അല്ലേ ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഭാരത പര്യടനം എന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ എന്താ പറയുക, മഹാഭാരതത്തിലെ അല്ലേ എന്താ പറയുക, വ്യാസ മഹാഭാരതത്തിന് കുട്ടിക്കൃഷ്ണമാരാർ തയ്യാറാക്കിയിട്ടുള്ള വിമർശനാത്മകമായ പഠനമാണ് ഭാരത പര്യടനം. ഈ ഭാരത പര്യടനത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായ യുദ്ധത്തിൻ്റെ പരിണാമം. അപ്പോൾ ഏത് യുദ്ധമായി കഴിഞ്ഞാലും ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലെ, എത്രത്തോളം നാശനഷ്ടമാണ് ഓരോ യുദ്ധവും വരുത്തി വെക്കുന്നത്. അത് ആദ്യകാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും അല്ലേ. ഇപ്പോൾ ഈ ഒരു കൃതി എഴുതുന്ന സമയത്ത് അല്ലേ, ആ കൃതി എഴുതിയ കർത്താവ് തന്നെ പറയുന്നത് എന്താണ്, ഈ മഹാഭാരതത്തിലുള്ള ലോകത്തിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇതിലുള്ളതേ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ, ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിലും കാണാമെന്നാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധത്തിനെ വർണ്ണിക്കുകയല്ല ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മഹാഭാരതത്തിൽ ചെയ്യുന്നത്. എന്താ അവിടെ ചെയ്യുന്നത്, അതായത് ഒരു യുദ്ധം അല്ലെ, അത് രാജാവായാലും ശരി, രാജ്ഞിയായാലും ശരി, ഭടന്മാരായാലും സാധാരണക്കാരായാലും ആരായി കഴിഞ്ഞാലും യുദ്ധത്തിന്റെ പരിണിത ഫലം, ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നാശമായിരിക്കും അല്ലെ. എന്താണ് അത്, അടിമുടി എല്ലാവരെയും എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ യുദ്ധത്തിനെ കുറിച്ചുള്ള സ്തുതിയല്ല ആക്ച്വലി യുദ്ധത്തിന്റെ പരിണാമം, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്നത് എന്താണ്, യുദ്ധം അല്ലെ എന്താണ് നമുക്ക് സമ്മാനിക്കുക എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുട്ടിക്കൃഷ്ണമാരാർ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ നിരൂപകനാണ്, വിമർശകനാണ്, ഭാഷാ നിരൂപകനാണ്, ഭാഷാ ശാസ്ത്രജ്ഞനാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആൾ കൂടെയാണ് കുട്ടിക്കൃഷ്ണമാരാർ. അപ്പോൾ ഈ നമ്മളുടെ മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ വിലയിരുത്തുകയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് കാണുന്നത്. അവയുടെ ശക്തി ദൗർബല്യങ്ങളെ ആവിഷ്കരിക്കുകയാണ് കേട്ടോ. ഓരോ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യാണ്, അവയുടെ ശക്തി ദൗർബല്യങ്ങളെ ആവിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കാണുന്നത്. നായക പ്രതിനായക സങ്കല്പത്തെ എന്ത് ചെയ്യുന്നു, മാറ്റിമറിക്കുന്നു. സാധാരണ കൗരവരെയും പാണ്ഡവരെയും ഒക്കെ നമ്മൾ നായകന്മാരായിട്ട് പാണ്ഡവരൊക്കെയാണ് പറയുന്നത്. പക്ഷെ അധർമ്മത്തിലൂടെയാണ് നായകന്മാരായിട്ടുള്ള പാണ്ഡവർ യുദ്ധം വിജയിച്ചത് എന്നും, ഏതൊക്കെ അധർമ്മ വഴിയിലൂടെയാണ് അവർ യുദ്ധം വിജയിച്ചതെന്നും, എന്തുകൊണ്ടാണ് അല്ലെ നമ്മുടെ ദുര്യോധനെ നമുക്ക് നായകനായിട്ട് കാണാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഓരോന്നും വളരെ മനോഹരമായ രീതിയിൽ മാരാർ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ. പിന്നെ യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുന്നു എന്നുള്ളത് ലേഖനത്തിൽ പറയുന്നു. വിജയിച്ചവർക്ക് പോലും അത് അല്ലെ ആസ്വദിക്കാൻ, യഥാർത്ഥത്തിൽ വിജയമായി ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുന്നു അല്ലെ. ഇങ്ങനെ യുദ്ധവീരന്മാരുടെ പരാക്രമങ്ങൾ വർണ്ണിക്കുകയല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വെക്കുന്ന വിനയെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിഹാസത്തിലൂടെ വർണ്ണിക്കുന്നത് അല്ലെ. അപ്പോൾ യുദ്ധസംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാന ലോക സാഹിത്യത്തിൽ യുദ്ധത്തിനെതിരായിട്ടുള്ള അല്ലെ സമാധാനത്തിന്റെ സന്ദേശം കൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗം നമുക്ക് പകർന്നു നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിഹാസ സന്ദർഭത്തെ മാരാർ എന്ത് ചെയ്യുന്നു, 3 ഭാഗങ്ങളിലൂടെയാണ്, യുദ്ധത്തിന്റെ പരിണാമത്തിൽ നമ്മൾ 3 ഭാഗമായിട്ടാണ് ഈ പാഠഭാഗത്തെ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്, നമ്മുടെ ഭീമസേനൻ അല്ലെ, ഭീമൻ എന്ത് ചെയ്യാണ്, ഗഥാപ്രയോഗത്തിൽ അല്ലെ യുദ്ധമുറ തെറ്റിച്ച് ദുര്യോധനെ വീഴ്ത്തി, ആ ദുര്യോധന ഇങ്ങനെ മരണത്തെ കാത്ത് അല്ലെ സർപ്പത്തെ പോലെ
ചീറ്റി പ്രതികാരച്ചയിൽ പകയിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിലത്ത് കിടന്ന് അല്ലെ മരണാസന്നനായിട്ട് കിടക്കുകയാണ്. കഴുകനും കുറുക്കനും ഒക്കെ അതിങ്ങനെ കൊത്തി വലിക്കാൻ പാകത്തില് ചുറ്റും നിൽക്കുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള കാഴ്ചയിലേക്ക് എന്ത് ചെയ്യാണ്, കൃതവർമാവ് അല്ലെ അശ്വത്ഥാത്മാവ് എന്ത് ചെയ്യാണ്, ആ രംഗത്തിലേക്ക്, ഇവർ മാത്രമാണ് ദുര്യോധനന്റെ അല്ലെങ്കിൽ കൗരവ പക്ഷത്ത് അവസാനിക്കുന്ന ആളുകൾ, അവർ ആ സീനിലേക്ക് ചെല്ലുന്നതാണ് നമ്മളുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ഭാഗം എന്താണ്, ദുര്യോധനന് വാക്ക് കൊടുക്കുകയാണ് ആര്, അശ്വത്ഥാമാവ് അല്ലെങ്കിൽ ദ്രൗണി അല്ലെ, പാണ്ഡവരുടെ ഭാഗത്ത് ഒരാളെ പോലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്ത് സേനാധിപതിയായിട്ട് എന്ത് ചെയ്യാണ്, ആ പാണ്ഡവ ശിബിരത്തിൽ കൂടാരത്ത് കയറി ഒരു കാലനെ പോലെ എന്ത് ചെയ്യാണ്, പൈശാചികമായിട്ട് എല്ലാരെയും കൊന്ന് തുണ്ടം തുണ്ടമാക്കുന്ന കാഴ്ചയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, മൂന്നാമത്തെ ഭാഗം എന്താണ്, അശ്വത്ഥാമാവിനെ എതിരിടാനും ചൂടാമണി നേടാനും ഉള്ള പാണ്ഡവരുടെ യാത്രയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ശാപത്താല് എന്ത് ചെയ്യുന്നു, ദ്രൗണി എന്ത് ചെയ്യാണ്, പകയുടെ പ്രതീകമായിട്ട് കാട് കയറുന്ന കാഴ്ചയുമാണ് മൂന്നാമത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മഹാഭാരത യുദ്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ പരിണാമത്തെ അല്ലെ നമ്മളുടെ ഒരു പാഠഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 18 ദിവസം നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം. എത്ര ദിവസമാണ്, 18 ദിവസം. ആരൊക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്, നമ്മുടെ കൗരവരും പാണ്ഡവരുമാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു ആര്, ധൃതരാഷ്ട്ര. ഓക്കെ, അദ്ദേഹത്തിന്റെ സഹോദരനാണ് പാണ്ഡു. അപ്പൊ ഹസ്തിനപുരി എന്ന് പറയുന്ന രാജ്യമുണ്ട് അല്ലെ. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം നടക്കുന്നത്. ഹസ്തിനപുരി അല്ലെ, ഈ രാജ്യത്തിന് വേണ്ടി. അപ്പൊ ഇതിനൊക്കെ ബാക്ക് സ്റ്റോറികൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ, കാരണം ഈ ബാക്ക് സ്റ്റോറീസ് ഒക്കെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ കഥാപാത്രത്തെയൊക്കെ മനസ്സിൽ നിൽക്കുള്ളൂ. നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ദുര്യോധനെന്നും അല്ലെങ്കിൽ ഭീമൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവണമെന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ആശയം എന്നൊക്കെ നമുക്ക് മനസ്സിലായാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ കോണ്ടന്റ് വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് തന്നെ അതറിയാം. അപ്പൊ അതുകൊണ്ട് ആ ലൈവ് എന്ത് ചെയ്യുക, മക്കൾ നിർബന്ധമായിട്ട് കാണുക, മനസ്സിലാക്കേണ്ടവർ മാത്രം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ടവർ മാത്രം. ഓക്കെ, അപ്പൊ ധൃതരാഷ്ട്രയുടെ സഹോദരനാണ് പാണ്ഡുവിന്റെ ഭാര്യയാണ് കുന്തിയും മാദ്രിയും. അപ്പൊ പാണ്ഡുവിന്റെ മക്കളാണ് ആര്, പഞ്ചപാണ്ഡവർ. ആരൊക്കെയാണ്, യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ. ഈ 5 പേര് ആരുടെ മക്കളാണ്, പാണ്ഡുവിന്റെ മക്കളാണ്. ധൃതരാഷ്ട്രക്ക് 100 മക്കളാണ് അല്ലെ, ദുശ്ശളയും ദുര്യോധനും ഉൾപ്പെടെ 100 മക്കളാണ് കേട്ടോ. ഗാന്ധാരിയാണ് ഭാര്യ. അപ്പൊ ഇവർ തമ്മിലുള്ള യുദ്ധമാണ്, ഒരു ഫാമിലി യുദ്ധം എന്നൊക്കെ അല്ലെ, ഫാമിലി പ്രോബ്ലം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. പിന്നെ കൗരവരുടെ പക്ഷത്തുള്ള ആളുകൾ ആരൊക്കെയാണ്, കൗരവര രാജാവായിട്ടുള്ള ദുര്യോധനൻ, ഭീഷ്മർ, ദ്രോണർ, കർണൻ അല്ലെ. മഹാരഥന്മാരായിട്ടുള്ള ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കർണനുണ്ട്, കൃതവർമാവുണ്ട്. അതാരാണ് കൃതവർമാവ്, യാദവ രാജാവാണ്. ഇപ്പൊ നമ്മളെ ലോകത്തും യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണു, ഇപ്പൊ ഒരു രാജ്യത്തെ ചേരുന്ന പല ആളുകളുണ്ടാവുമല്ലോ. അപ്പൊ പാണ്ഡവരുടെ കൂടെ വേറെ കുറെ രാജ്യങ്ങൾ ചേർന്നു. അപ്പൊ കൃതവർമാവ് എന്ന് പറയുന്ന യാദവ രാജാവ് ആരുടെ കൂടെ ചേർന്നു, നമ്മളുടെ കൗരവരുടെ കൂടെ ചേർന്നു അല്ലെ. പിന്നെ അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ മകനാണ്. ദ്രോണാചാര്യരുടെ കൗരവപക്ഷത്തുണ്ടായ മഹാരഥനാണ്. ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായിരുന്നു ദ്രോണാചാര്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ടാണ് അദ്ദേഹം ദ്രൗണി എന്നുള്ള പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്, അശ്വത്ഥാമാവ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ കൃപരാണ് അശ്വത്ഥാമാവിന്റെ മാതാവ്. കൃപിയുടെ സഹോദരനാണ് കൃപര്. ഈ കൃപരും കൃതവർമാവും അശ്വത്ഥാമാവാണ് അവസാനം കൗരവപക്ഷത്ത് ബാക്കി വരുന്ന 3 ആളുകൾ. പിന്നെ പാണ്ഡവരാണ് ഓപ്പോസിറ്റ് ഉള്ളത്. പഞ്ചപാണ്ഡവരെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമുക്കിനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഈ പാഠം ഒന്ന് പരിചയപ്പെടാം. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്ത് അല്ലെ. അപ്പൊ ഈ നമ്മൾ ആദ്യം കാണുന്ന സീനാണ്, ദുര്യോധനൻ ഇങ്ങനെ യുദ്ധഭൂമിയിൽ ഇങ്ങനെ മരണത്തെ മല്ലിട്ട് കിടക്കുകയാണ് അല്ലെ. അപ്പൊ കഴുകനുണ്ട്, ഒരുപാട് പക്ഷികൾ ഇങ്ങനെ കൊത്തി വലിക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്, ഒരു രാജാവാണ്. അപ്പോൾ യുദ്ധത്തിന്റെ പരിണാമം അതാണ്, ഏത് രാജാവായാലും അവസ്ഥ അതാണെന്നാണ് നമ്മൾ കാണിക്കണേ അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ദുര്യോധനൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. പാമ്പിനെ പോലെ ചീറ്റുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, പാമ്പ് എന്ന് പറയുന്നത് പകയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോൾ പാമ്പിനെ പോലെ ചീറ്റുക എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, അത്രയും ദേഷ്യത്തിലും പകയിലുമാണ്, കാരണം ചതിച്ചാണ് അല്ലെ. കൗരവപക്ഷത്തുള്ള ആളുകളെയൊക്കെ യുദ്ധത്തിന്റെ മുറ തെറ്റിച്ച് അധർമ്മത്തിലൂടെ ചതിച്ചാണ് പാണ്ഡവർ വീഴ്ത്തിയത്. അപ്പോൾ അതിലുള്ളൊരു പകയും വിദ്വേഷവുമാണ് ആ മരണത്തിന്റെ സമയത്ത് പോലും ആരിൽ കാണുന്നത്, നമ്മുടെ ദുര്യോധനിൽ കാണുന്നത് കേട്ടോ. ഗുരുഘാതികൾക്ക് കുലപാംസന ലോകങ്ങളിലില്ല എന്ന് പറയാണ്. അപ്പോൾ അശ്വത്ഥാമാവിന്റെ പിതാവായ അല്ലെ ദ്രോണാചാര്യരെ, ആരുടെയൊക്കെ ഗുരുനാഥന്മാരാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനാണ്. ആ ഗുരുനാഥനെ കള്ളം പറഞ്ഞാണ്, ആ കള്ളത്തിന്റെ കഥയൊക്കെ ടീച്ചർ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ലൈവ് വീണ്ടും ടീച്ചർ പറയുന്നു, ലൈവ് കാണാൻ അത്രയും ടീച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്,
കള്ളം പറഞ്ഞിട്ടാണ് പാണ്ഡവർ കൊല്ലണേ അല്ലെ. അപ്പൊ അതില് ദേഷ്യം അല്ലെ, അതിന്റെ പകയാണ് എന്ത് ചെയ്യുന്നത്, ദൃഷ്ടദ്യുമ്നനാണ് കൊല്ലണേ അല്ലെ. അപ്പോൾ നമ്മള് അശുഭം അല്ലെ, നേരായ വഴിയിലുള്ള മരണം അല്ലെങ്കിൽ എന്താണ്, ദുർമരണം ആണെങ്കിൽ സ്വർഗം ലഭിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ ശസ്ത്രം കൊണ്ട് അല്ലെ, ആയുധം കൊണ്ട് എന്നെ കൊല്ലൂ എന്ന് ദൃഷ്ടദ്യുമ്നൻ പറയുന്ന സമയത്താണ് ആര് പറയുന്നത്, ദ്രൗണി പറയുന്നത് അല്ലെ. ദ്രോണാചാര്യന്റെ മകനാണ് അശ്വത്ഥാമാവ് ദ്രൗണി അല്ലെ, പറയുന്നത് എന്താണ്, നീ എന്താണ്, ഗുരുഘാതകനാണ് അല്ലെ, നീ ഗുരുവിനെ കൊന്നവനാണ്, അതുകൊണ്ട് നിനക്കെന്താണ്, കുലപാംസന ലോകങ്ങളില്ല അല്ലെ, നിനക്ക് വിധിച്ചിട്ടില്ല അല്ലെ, നിന്നെ ഞെക്കിയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഞെക്കിയിട്ടാണ് ആരെ കൊല്ലുന്നത്, ദൃഷ്ടദ്യുമ്നനെ കൊല്ലുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, വല്ലപാടും നേടിയ വിജയം എന്ന് പാണ്ഡവരെ കുറിച്ച് പറയുന്നുണ്ട് ഈ യുദ്ധത്തെ അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് സ്വന്തം മികവ് കൊണ്ടായിരിക്കണം യുദ്ധം ജയിക്കേണ്ടത്. അപ്പോൾ 18 ദിവസത്തെ ധർമ്മയുദ്ധം തുടങ്ങുന്ന സമയത്ത് ധർമ്മയുദ്ധം എന്നൊക്കെയുള്ള പേരിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് കരാറുകളൊക്കെ ഒപ്പിട്ടിട്ടാണ് ഈ യുദ്ധം തുടങ്ങണേ അല്ലെ. പക്ഷെ ആ കരാറുകളൊക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, ഇല്ലാണ്ടായി പോവാണ് അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്, എതിരാളികളെ പല രീതിയിൽ അല്ലെ, എന്താ പറയാ, വഞ്ചിച്ചും അധർമ്മങ്ങൾ കാണിച്ചും അല്ലെ, ഓരോ നിയമങ്ങളും ലംഘിച്ചാണ് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ, ദുര്യോധനെ ആണെങ്കിൽ പോലും പല പ്രമുഖരെയും പാണ്ഡവർ വീഴ്ത്തിയിട്ടുള്ളത് കേട്ടോ. യുദ്ധമുറകളൊക്കെ ധർമ്മത്തിനെതിരായിട്ടാണ്. ഓക്കെ, അപ്പൊ പരാജയപ്പെട്ടു പോയേക്കാവുന്ന ഒരു യുദ്ധമാണ് എന്ത് ചെയ്തത്, പാണ്ഡവർ ജയിച്ചത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ജയിച്ചതാണ്. എന്നിട്ട് ആ കടല് താണ്ടി വന്നിട്ട് അല്ലെ, വല്ലപാടും നേടിയിട്ടുള്ള എന്താണ്, യുദ്ധം വിജയമാണ് അല്ലെ. ആ വല്ലപാട് എങ്ങനെയൊക്കെയോ ആണ് എന്ത് ചെയ്തത്, തോറ്റുപോയേക്കാവുന്ന യുദ്ധം ജയിക്കുകയാണ്. അതേപോലെ കടല് താണ്ടി വന്നവരെന്ത് ചെയ്തു, തോട്ടിൽ വന്ന് മുങ്ങിപ്പോയി എന്നുള്ളൊരു സെന്റൻസ് കൂടെ ഉണ്ട്. അതായത് അത്രയും വലിയ അധർമ്മമൊക്കെ കാണിച്ച് യുദ്ധം ജയിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവസാനത്ത് ആർക്കും ഇതാക്കാൻ പറ്റില്ല അല്ലെ, ആ വിജയം സ്വീകരിക്കാനാവുന്നില്ല. പാണ്ഡവപക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 പേരും കൂടെ ഇല്ലാണ്ടാക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയും ഒരു ചോദ്യം എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദുര്യോധനൻ എന്താണ്, പാണ്ഡവരോടുള്ള അവജ്ഞയും അല്ലെ, തന്നെ ചതിച്ചു വീഴ്ത്തിയവരോടുള്ള പകയും ദുര്യോധന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യുദ്ധം ചെയ്യുക, രാജ്യം ഭരിക്കുക എന്നതാണ് ക്ഷത്രിയ ധർമ്മം. അപ്പൊ ആ ക്ഷത്രിയ ധർമ്മത്തെ അവസാനത്തെ ആ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ക്ഷത്രിയ ധർമ്മം ഓരോന്നും പാലിച്ച് അല്ലെ, ആ സേനാധിപതിയാക്കുന്നത് പോലും, ബ്രാഹ്മണനായ നമ്മുടെ ദ്രൗണിയെ അശ്വത്ഥാമാവൻ എന്താണ്, സേനാധിപതിയാക്കുന്നത് പോലും എങ്ങനെയാണ്, ആ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണ്. അപ്പോൾ സ്വപ്രത്യയ സ്ഥൈര്യം എന്നുള്ള ഒരു വാക്ക് ദുര്യോധനെ കുറിച്ച് ടെക്സ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും സ്ഥിരതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും അല്ലെ, ഓരോന്നിലും ഇപ്പൊ രാജ്യം തരില്ല എന്നത് പറഞ്ഞതിൽ പോലും എന്താണ് കാര്യമുണ്ട് അല്ലെ. അതൊക്കെ ടീച്ചർ കഥയിൽ പറയുന്നുണ്ട്, ലൈവ് കാണുക നിങ്ങൾ, വീണ്ടും അത് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അല്ലെ, ഒരേ എന്താ പറയാ, സ്ഥിരതയുണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ് ദുര്യോധനന്റെ. അതേപോലെ ഈ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്തും മാതാപിതാക്കളെയോ അച്ഛനെയോ അമ്മേനെയോ ഒക്കെ ഓർക്കുന്ന, ഭാര്യയും മക്കളെയൊക്കെ ഓർക്കുന്നതിന് മുന്നേ സഹോദരിയായ ദുശ്ശളയെ കുറിച്ച് ആലോചിക്കുന്നത് അല്ലെ. ആ ഒരു ദുര്യോധനന്റെ മനസ്സിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു വിശാലതയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കാണുന്നത് എന്നുള്ളതും എന്ത് ചെയ്യാം, നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ദുര്യോധന്റെ ഹൃദയ വിശാലത അല്ലെ, സഹോദരിയെ ആലോചിക്കുമ്പോൾ ക്രൂരമായ മരണത്തിലും വിലപിക്കാത്ത ദുര്യോധന്റെ മനസ്സ് അല്ലെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അത്ര തീക്ഷ്ണമായിട്ടുള്ള മനസ്സും മനക്കട്ടിയും കരുത്തും ഒക്കെ ഉണ്ടായിരുന്ന കഥാപാത്രമാണ്. പലതും നേടിയതിലുള്ള സംതൃപ്തി, അഭിമാനം ഒക്കെ കാണാൻ പറ്റും അല്ലെ. പിന്നെ സമന്ത പഞ്ചകത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണം അല്ലെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ആരുടേത്, ഒരു സ്ഥിരതയുള്ള അല്ലെ, സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്ന വാക്കും എന്ത് ചെയ്യുക മക്കള് ഓർക്കുക. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സായി പോവില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മാരത്തോൺ ലൈവുകളിലൊക്കെ ആയിട്ട് മലയാളത്തിൻ്റെ ബാക്കി പാഠഭാഗങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് കോണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ അറിയാം, നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ അത് നോക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള വീഡിയോസ് ടീച്ചർ ചെയ്യാം. ഓക്കെ, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, ഉഷാറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബൈ.